ഇപ്പോൾ കൊട്ടിഘോഷിച്ച ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ്. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും പണിമുടക്ക് ബാധിച്ചിട്ടില്ല. അവിടെ ഗതാഗതം സുഗമമായി നടക്കുന്നു, വാഹനങ്ങളെല്ലാം ഓടുന്നുണ്ട്, കടകമ്പോളങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കുന്നു. ജനജീവിതത്തെ പണിമുടക്ക് ബാധിക്കുന്നതേയില്ല. പണിമുടക്ക് അവർ അറിഞ്ഞിട്ട് പോലുമില്ല. റിപ്പോർട്ട് നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. പഞ്ചായത്ത് ഓഫീസ് തുറക്കാൻ അനുവദിക്കാതെ പ്രതിഷേധക്കാർ. പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിലാണ് സംഭവം. ജോലിക്കെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയാണ് CPM പ്രവർത്തകർ തടഞ്ഞത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ തടയുകയാണ് പണിമുടക്ക് അനുകൂലികൾ ചെയ്തത്. അത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലാണല്ലോ ഈ സംഭവം. ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗോകുൽ രമേശ്? വിനോദ്, ഇന്ന് ഈ പണിമുടക്കാണെങ്കിലും പഞ്ചായത്തിന്റെ സേവനങ്ങളൊന്നും തടസ്സപ്പെടരുത്, അല്ലെങ്കിൽ ജനജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും തടസ്സപ്പെടരുതെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതുപോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് CPM പ്രവർത്തകർ അവിടെ ഇങ്ങനെ പഞ്ചായത്ത് ജീവനക്കാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. രാവിലെ പഞ്ചായത്ത് ഓഫീസ് തുറക്കാനായിട്ട് ജീവനക്കാർ എത്തിയപ്പോൾ തന്നെ CPM പ്രവർത്തകർ കൊടിയുമായിട്ട് അവിടെ എത്തി അവരെ തടയുകയാണ് ഉണ്ടായത്. പഞ്ചായത്ത് തുറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. തങ്ങൾക്ക് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് ഈ തദ്ദേശ സ്ഥാപനമായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ജനസേവന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഈ സമരക്കാരെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ അത് തുറന്നു കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ നിമിഷം വരെയും പഞ്ചായത്ത് ഓഫീസ് തുറക്കുവാനായിട്ട് സാധിക്കുന്നില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ജീവനക്കാരെയാണ് ഈ രീതിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതുവരെ പഞ്ചായത്തിനുള്ളിലേക്ക് കയറാൻ സമ്മതിക്കാതെ CPM പ്രവർത്തകർ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തായാലും ബാക്കി പോലീസ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്, പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതനുസരിച്ച്. പക്ഷേ പോലീസിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പോലീസ് അവിടെ വെറുതെ നിഷ്ക്രിയമായിട്ട് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും അറിയുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ സമരക്കാരെ കൃത്യമായിട്ട് ഇടപെട്ട് ഈ പഞ്ചായത്ത് ജീവനക്കാരെ അവരുടെ സേവനം ചെയ്യാൻ വേണ്ടി അനുവദിക്കാൻ ഉള്ള നടപടികൾ പോലീസും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദൗർഭാഗ്യകരമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ നിമിഷം വരെയും ജീവനക്കാരെ അകത്തോട്ട് കയറാനായിട്ട് ഈ സമരക്കാർ CPM പ്രവർത്തകർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു നിലപാട് എന്താണ്? അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, ഇവരുടെയൊക്കെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് അത് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ ഗോകുൽ രമേശ്? നിലവിൽ അവരാരും ഈ സമയത്ത് അവിടേക്ക് എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവരിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അവരെ അറിയിച്ചിട്ടുണ്ട്, വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.